ലൂക്ക അധ്യായം 12. അധ്യായം 12 എത്ര വാക്യങ്ങളുണ്ട്? 59. അധ്യായം 12 എത്ര ശീർഷകങ്ങളുണ്ട്? 6. അധ്യായം 12 ആദ്യത്തെ ഹെഡിങ് എന്ത്? ഭയം കൂടാതെ സാക്ഷ്യം നൽകുക. ഈ പ്രമേയം മറ്റേത് സുവിശേഷത്തിൽ കാണുന്നു? മത്തായി അധ്യായം 10, 26 മുതൽ 33 വരെ. 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ജനങ്ങൾ തിങ്ങിക്കൂടിയത് എങ്ങനെ? പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം. അധ്യായം 12:1 തിങ്ങിക്കൂടിയത് എന്തുമാത്രം ജനങ്ങളാണ്? ആയിരക്കണക്കിന്. പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടിയപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറയാൻ തുടങ്ങിയതെന്ത്? ഫരിസേയരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഫരിസേയരുടെ പുളിപ്പ് എന്താണ്? കാപട്യം. എന്താണ് വെളിച്ചത്ത് വരാതിരിക്കുകയില്ലാത്തത്? മറഞ്ഞിരിക്കുന്നതൊന്നും. എന്താണ് അറിയപ്പെടാതിരിക്കുകയില്ലാത്തത്? നിഗൂഢമായിരിക്കുന്നതൊന്നും. എന്താണ് വെളിച്ചത്ത് കേൾക്കപ്പെടുന്നത്? ഇരുട്ടത്ത് സംസാരിച്ചത്. പുരമുകളിൽ പ്രഘോഷിക്കപ്പെടുന്നത് എന്താണ്? വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത്. നിങ്ങൾ ആരെ ഭയപ്പെടേണ്ട എന്നാണ് 12:4 പറയുന്നത്? ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ. എന്തു പറഞ്ഞതിന് ശേഷമാണ് യേശു ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത്? എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ആരെ ഭയപ്പെടണമെന്നാണ് 12:5 മുന്നറിയിപ്പ് നൽകുന്നത്? കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ. ദൈവസന്നിധിയിൽ എന്താണ് വിസ്മരിക്കപ്പെടുന്നില്ലാത്തത്? 5 കുരുവികൾ 2 നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും. 12:7 അനുസരിച്ച് എണ്ണപ്പെട്ടിരിക്കുന്നത് എന്ത്? നിങ്ങളുടെ തലമുടിയുടെ പോലും. 12:7 അനുസരിച്ച് നിങ്ങൾ എന്തിനേക്കാൾ വിലയുള്ളവരാണ്? അനേകം കുരുവികളേക്കാൾ. നിങ്ങളുടെ തലമുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ്. 12:7 അനുസരിച്ച് പൂരിപ്പിക്കുക. ഭയപ്പെടേണ്ട. മനുഷ്യരുടെ മുമ്പിൽ ആരെ ഏറ്റുപറയുന്ന ഏതൊരുവനെയുമാണ് മനുഷ്യപുത്രൻ ഏറ്റുപറയുന്നത്? യേശുവിനെ. മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ ഏറ്റുപറയുന്നവനെ ആരുടെ മുമ്പിലാണ് മനുഷ്യപുത്രൻ ഏറ്റുപറയുന്നത്? ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ. മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ ഏറ്റുപറയുന്നവനെ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ ഏറ്റുപറയുന്നത് ആരാണ്? മനുഷ്യപുത്രൻ. മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറയുന്നവന് സംഭവിക്കുന്നതെന്ത്? അവൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയപ്പെടും. ആർക്കെതിരായി സംസാരിക്കുന്നവനോടാണ് ക്ഷമിക്കപ്പെടുന്നത്? മനുഷ്യപുത്രനെതിരായി. ആർക്കെതിരായി ദൂഷണം പറയുന്നവനോടാണ് ക്ഷമിക്കപ്പെടാത്തത്? പരിശുദ്ധാത്മാവിനെതിരായി. അവർ നിങ്ങളെ എവിടെയെല്ലാം കൊണ്ടുപോകുന്ന കാര്യമാണ് 12:11 പറയുന്നത്? സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും. സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ ഏത് കാര്യത്തിലാണ് ഉത്കണ്ഠാകുലരാകേണ്ട എന്ന് പറയുന്നത്? എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കുമെന്നും എന്ത് പറയുമെന്നും എന്താണ് പറയേണ്ടത് എന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് പഠിപ്പിക്കുന്നത് ആര്? പരിശുദ്ധാത്മാവ്. 12-ാം അധ്യായം 2-ാം ഹെഡിങ് എന്ത്? ഭോഷനായ ധനികൻ. 12:13 ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ തൻ്റെ സഹോദരനോട് എന്ത് കൽപ്പിക്കണമെന്നാണ് യേശുവിനോട് പറയുന്നത്? പിതൃസ്വത്ത് താനുമായി പങ്കുവയ്ക്കാൻ. പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമെന്ന് പറഞ്ഞ മനുഷ്യനോട് യേശു ചോദിച്ചതെന്ത്? യേശു അവനെ സംബോധന ചെയ്തതെന്ത്? എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? ഹേ മനുഷ്യ. 12:15 അനന്തരം അവൻ അവരോട് പറഞ്ഞു, എല്ലാം അകന്നിരിക്കുകയും ചെയ്യുവിൻ. 12:15 അനുസരിച്ച് പൂരിപ്പിക്കുക. ജാഗരൂകരായിരിക്കുവിൻ അത്യാഗ്രഹങ്ങളിൽ നിന്നും. മനുഷ്യജീവിതം എന്തുകൊണ്ടല്ല ധന്യമാകുന്നത്? സമ്പത്ത് കൊണ്ടല്ല. 12:16 പറയുന്ന ഉപമ ഏത്? ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകിയതിൻ്റെ ഉപമ. 12:17 ഏത് കാര്യത്തിന് തനിക്ക് സ്ഥലമില്ലല്ലോ എന്നതായിരുന്നു ധനികനായ കൃഷിക്കാരൻ്റെ ചിന്ത.
ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ എന്ന്. എന്ത് പൊളിച്ച് കൂടുതൽ വലിയവ പണിയുമെന്നാണ് കൃഷിക്കാരൻ പറയുന്നത്? അറപ്പുരകൾ. കൂടുതൽ വലിയ അറപ്പുരകൾ പണിത ശേഷം അതിൽ എന്താണ് സംഭരിക്കുന്നത്? ധാന്യവും വിഭവങ്ങളും. വലിയ അറപ്പുരകളിൽ ധാന്യവും വിഭവങ്ങളും സംഭരിച്ച ശേഷം കൃഷിക്കാരൻ ആരോടാണ് സംസാരിക്കുന്നത്? തൻ്റെ ആത്മാവിനോട്. നിനക്കായി എന്ത് സംഭരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ധനികനായ കൃഷിക്കാരൻ ആത്മാവിനോട് പറയുന്നത്? അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ. അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ സംഭരിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ആത്മാവ് എങ്ങനെയാണ് ആനന്ദിക്കേണ്ടത്? തിന്ന് കുടിച്ച്. അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ ആത്മാവിനായി ഒരുക്കിവെച്ച ധനികനായ കൃഷിക്കാരനെ ദൈവം വിളിച്ചതെന്ത്? ഭോഷ. ഈ രാത്രി ഭോഷനായ ധനികനോട് എന്താവശ്യപ്പെടുമെന്നാണ് പറയുന്നത്? നിൻ്റെ ആത്മാവിനെ. അപ്പോൾ ഡാഷ് ആരുടേതാകും? 12:20 അനുസരിച്ച് പൂരിപ്പിക്കുക. നീ ഒരുക്കി വച്ചിരിക്കുന്നവ. 12:21 വാക്യം എഴുതുക. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ച് വയ്ക്കുന്നവനും. ആര് ഭോഷനായ ധനികനെ പോലെയാണെന്നാണ് 12:21 പറയുന്നത്? ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ച് വയ്ക്കുന്നവൻ. ഏത് കാര്യം വ്യക്തമാക്കാനാണ് യേശു ഭോഷനായ ധനികൻ്റെ ഉപമ പറയുന്നത്? മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് എന്ന് വ്യക്തമാക്കാൻ. ഭോഷനായ ധനികൻ്റെ ഉപമ എത്ര വാക്യങ്ങളിലായി ക്രമപ്പെടുത്തിയിരിക്കുന്നു? 9. 12-ാം അധ്യായത്തിൽ 3-ാമത്തെ ഹെഡിങ് എന്ത്? ദൈവപരിപാലനയിൽ ആശ്രയം. ദൈവപരിപാലനയിൽ ആശ്രയം മറ്റേത് സുവിശേഷത്തിലുണ്ട്? മത്തായി അധ്യായം 6:25 മുതൽ 34 വരെ, 19:21. 12:22 അനുസരിച്ച് ജീവനെ പറ്റിയുള്ള ആകുലത എന്ത്? എന്ത് ഭക്ഷിക്കും? 12:22 അനുസരിച്ച് ശരീരത്തെ പറ്റിയുള്ള ആകുലത എന്ത്? എന്ത് ധരിക്കും? എന്ത് ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട എന്ന് യേശു അരുളി ചെയ്തത് ആരോടാണ്? ശിഷ്യന്മാരോട്. 12:23 അനുസരിച്ച് ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഉപരിയായിട്ടുള്ളത് എന്താണ്? ജീവനും ശരീരവും. 12:24 കാണുന്ന പക്ഷി ഏത്? കാക്ക. കാക്കകൾ എന്തൊക്കെ ചെയ്യുന്നില്ല എന്നാണ് 12:24 പറയുന്നത്? വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. കാക്കകൾക്ക് എന്തൊക്കെ ഇല്ലെന്നാണ് 12:24 പറയുന്നത്? കലവറയും കളപ്പുരയും. കലവറയും കളപ്പുരയും ഇല്ലാത്ത കാക്കകളെ പോറ്റുന്നതാര്? ദൈവം. ഡാഷ് എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. 12:24 അനുസരിച്ച് പൂരിപ്പിക്കുക. പക്ഷികളേക്കാൾ. ആകുലരാകുന്നത് കൊണ്ട് എന്ത് ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കുമെന്നാണ് 12:25 ചോദിക്കുന്നത്? ആയുസ്സിൻ്റെ ദൈർഘ്യം. 12:26 പറയുന്ന ഏറ്റവും നിസ്സാരമായ കാര്യം ഏത്? ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടാൻ. 12:27 ആരെയെല്ലാമാണ് താരതമ്യം ചെയ്യുന്നത്? ലില്ലികളെയും സോളമനെയും. ലില്ലികൾ ചെയ്യുന്നില്ലാത്ത ഏത് കാര്യമാണ് 12:27 പറയുന്നത്? നൂൽ നൂൽക്കുക, വസ്ത്രം നെയ്യുക. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും ഡാഷ് അവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. 12:27 അനുസരിച്ച് പൂരിപ്പിക്കുക. അവൻ്റെ സർവ്വമഹത്വത്തിലും. സോളമൻ പോലും അവൻ്റെ സർവ്വമഹത്വത്തിലും അവയിൽ ഒന്നിനെ പോലെ ആയിരുന്നില്ല. ഇത് പറയുന്നതിന് മുൻപ് യേശു പറയുന്നതെന്ത്? എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, വയലിലെ പുല്ല് എങ്ങനെയുള്ളതാണ്? ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതും. 12:28 യേശു ശിഷ്യരെ വിളിക്കുന്നതെന്ത്? അല്പവിശ്വാസികൾ. ആരെ അണിയിക്കുന്ന കാര്യമാണ് 12:28 പറയുന്നത്? വയലിലെ പുല്ലിനെ. അല്പവിശ്വാസികളെ നിങ്ങളെ ഡാഷ് അണിയിക്കുകയില്ല. 12:28 അനുസരിച്ച് പൂരിപ്പിക്കുക. എത്രയധികം. 12:29 അനുസരിച്ച് ഏത് കാര്യത്തെക്കുറിച്ചാണ് അന്വേഷിക്കുകയോ ആകുലചിതരാകുകയോ വേണ്ടാത്തത്? എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ. എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കുന്നത് ആരാണ്? ഈ ലോകത്തിൻ്റെ ജനതകൾ. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് ആർക്കറിയാം? നിങ്ങളുടെ പിതാവിന്. 12:31 അനുസരിച്ച് നാം അന്വേഷിക്കേണ്ടത് എന്ത്? അവിടുത്തെ രാജ്യം. ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ഏവ തിന്നുന്നതിനും കുടിക്കുന്നതിനുമുള്ളവ. 12:32 ആരോടാണ് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്? ചെറിയ അജഗണത്തോട്. ചെറിയ അജഗണത്തിന് എന്ത് നൽകാനാണ് പിതാവ് പ്രസാദിച്ചിരിക്കുന്നത്? രാജ്യം. 12:33 അനുസരിച്ച് എങ്ങനെയാണ് ദാനം ചെയ്യേണ്ടത്? സമ്പത്ത് വിറ്റ്. എങ്ങനെയുള്ള പണസഞ്ചികളാണ് കരുതി വയ്ക്കേണ്ടത്? പഴകിപ്പോകാത്തത്. ഒടുങ്ങാത്ത നിക്ഷേപം എവിടെയാണ് സംഭരിച്ചു വയ്ക്കേണ്ടത്? സ്വർഗത്തിൽ. സ്വർഗത്തിൽ കടന്നു വരികയില്ലാത്തത് ആര്? കള്ളന്മാർ. സ്വർഗത്തിലെ നിക്ഷേപം നശിപ്പിക്കുകയില്ലാത്തത് ആര്? ചിതൽ.